ചെയ്യാൻ പോകുന്നത് പെഡഗോജിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രധാനമായിട്ട് രണ്ട് ഇവാലുവേഷനാണുള്ളത്, രണ്ട് തരത്തിലുള്ള ഇവാലുവേഷനാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും. സംരചന മൂല്യനിർണ്ണയം അല്ലെങ്കിൽ നിരന്തര മൂല്യനിർണ്ണയം CE എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ആത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ സബ്മേറ്റീവ് അസസ്മെൻ്റ് എന്നൊക്കെ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നോട്ടുകളിലൊക്കെ കാണാറുണ്ട്. അത് ഉപയോഗിക്കാറുണ്ടെങ്കിൽ കൂടി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ശരിയായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്താണെന്നുള്ള ഇവാലുവേഷൻ എന്താണെന്നും ഈ ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും എന്താണെന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് കേട്ടിട്ടിലും അതുപോലെ HSAക്കൊക്കെ ചോദിച്ചിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദ്യ പേപ്പറിലൂടെ അതിലെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. Evaluation is a systematic process of collecting, analyzing, interpreting information to determine the extent to which people are achieving instructional objectives. Evaluation എന്ന് പറയുന്നത് എന്താണ്? വിദ്യാർത്ഥികൾ എത്രത്തോളം പ്രബോധന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ലഭിച്ചു എന്ന് ഈ പ്രബോധന ലക്ഷ്യങ്ങൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം ലഭിച്ചു എന്ന് നിർണ്ണയിക്കുന്നതിനായിട്ട് വിവരശേഖരണത്തിലൂടെയോ വിശകലനത്തിലൂടെയോ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുമൊക്കെ പരിശോധിക്കുന്ന പ്രക്രിയയാണ് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അതായത് ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടികൾ എന്തോരം നേടിയെടുത്തു അല്ലെങ്കിൽ എന്തോരം കുട്ടികൾക്ക് മനസ്സിലായി, എന്തോരം പ്രാവർത്തികമാക്കാനായിട്ട് കുട്ടികൾക്ക് പറ്റി എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പരിശോധന അല്ലെങ്കിൽ പ്രക്രിയയാണ് മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എത്രത്തോളം പൂർത്തീകരിച്ചു എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ള ഇവാലുവേഷനാണ് നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സംരചന മൂല്യനിർണ്ണയം. ദ അതർ വൺ ഈസ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ആത്യന്തിക മൂല്യനിർണ്ണയം. ഇനി നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്താണെന്ന് നോക്കാം. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് സംരചന മൂല്യനിർണ്ണയം. നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CE അല്ലെങ്കിൽ CCE എന്നൊക്കെ പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ തന്നെയാണ് കേട്ടോ. നിരന്തര മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമഗ്രവും നിരന്തരവുമായ മൂല്യനിർണ്ണയം, സംരചന മൂല്യനിർണ്ണയം എന്ന് പറയുന്നതെല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നോ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നോ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതെന്ന് നോക്കാം. നമുക്കറിയുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഇന്ന് സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഞാനും നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള മാർക്കുകളെല്ലാം ഈ CCE അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമുകളിലെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഏതാണ്? സമഗ്രവും നിരന്തരവുമായ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ എന്താ പറയുന്നത് സംരചന മൂല്യനിർണ്ണയമാണ്, ഫോർമേറ്റീവ് ഇവാലുവേഷനാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. Teachers used to conduct in-process evaluation of students' comprehension, learning needs and academic progress during a lesson, unit or a course. ഇപ്പം ഇത് എപ്പോഴാണ് നടക്കുന്നത്? ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു പാഠം പഠിപ്പിക്കുമ്പോഴോ ഒരു യൂണിറ്റ് പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ ഇടയിലൂടെ നടക്കുന്ന ഇവാലുവേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടക്കുന്ന ഏതെല്ലാം രൂപത്തിലാകാം? ഒന്നിലെ ഒരു ഇന്റേണൽ എക്സാമിൻ്റെ രൂപത്തിലോ ഒരു ക്ലാസ് ടെസ്റ്റിൻ്റെ രൂപത്തിലോ ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു അസൈൻമെൻറ്റിൻ്റെ രൂപത്തിലോ അതല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില ആക്ടിവിറ്റീസ് ഒക്കെ തരുന്നത്, ഇതെല്ലാം ടീച്ചർ കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? കുട്ടികൾ അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്നാണെന്ന് അപ്പം തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റൂലേ. അതായത് ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തരുമ്പോൾ അത് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കുട്ടിക്ക് പറ്റിയില്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ ഒരു ഫീഡ്ബാക്ക് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണെന്ന് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്, എവിടെയാണ് കറക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിനെല്ലാം കുട്ടികൾക്ക് കൃത്യമായ ഫീഡ്ബാക്ക് കിട്ടുന്നത് കൊണ്ട്. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കൃത്യമായ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തി തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.
ദെൻ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് രണ്ടു പേർക്കുമാണ്. അതായത് ടീച്ചറിനും സ്റ്റുഡൻറ്റിനും ഒരുപോലെ ഗുണം കിട്ടുന്നുണ്ട് കേട്ടോ. ടീച്ചറിന് സ്റ്റുഡൻറ്റിന് പഠിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താമെങ്കിലും, അല്ലെങ്കിൽ ഏത് ലെവലിലാണോ ഉള്ളതെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ ടീച്ചറിന് വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്താ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഫോളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചറിനും അതിന് ഗുണം കിട്ടുന്നത്. എന്തെങ്കിലും റെമഡിയൽ ടീച്ചിങ് കൊടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ മനസ്സിലാകാത്ത ഏരിയ ഏതാണെന്ന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിലോ, അല്ലെങ്കിൽ ടീച്ചറിന്റെ മെത്തഡ് ഓഫ് ടീച്ചിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടെങ്കിലോ ഒക്കെ അതിനും ഈ ഫോർമേറ്റീവ് ഇവാലുവേഷനിലൂടെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷനിലൂടെ ഗുണം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതിനും സാധിക്കുന്നുണ്ട്. അപ്പം ഇത് പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ഫോർമേറ്റീവ് ഇവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ പഠനത്തിന്റെ ഇടയിലൂടെ തന്നെ നടക്കുന്ന ഒരു നിരന്തരവും സമഗ്രവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേട്ടോ, ആദ്യം മുതൽ അവസാനം വരെയുള്ള, അതായത് കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമല്ല, കോ കരിക്കുലർ ആക്ടിവിറ്റീസും അല്ലെ, അവരുടെ കഴിവുകൾ എല്ലാം ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നു? ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. അപ്പം നിരന്തരമായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും സമഗ്രവുമായിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCEക്കകത്ത് വരുന്നത്. നിരന്തര വിലയിരുത്തൽ അല്ലെങ്കിൽ സംരചന മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പഠനത്തോടൊപ്പം പഠന പ്രക്രിയയിൽ നടക്കുന്ന ഇവാലുവേഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ? ക്ലാസ്സിൽ പഠിപ്പീര് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടീച്ചർ ചില രീതിയിലൊക്കെ ഇന്റേണൽ എക്സാമോ ക്ലാസ് ടെസ്റ്റോ ഒക്കെ നടത്തി കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് നടത്തി കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണുള്ളത്, 3 ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് പ്രോസസ്സാണ്, പഠന പ്രക്രിയയുടെ വിലയിരുത്തൽ. പഠന പ്രക്രിയ എങ്ങനെ വിലയിരുത്തുന്നത്? ഒരു കുട്ടി എങ്ങനെയാണത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, എങ്ങനെയാണ് അതിനകത്ത് പങ്കെടുത്തുള്ളത്. ഇപ്പം ക്ലാസ്സിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റിലോ എങ്ങനെ കുട്ടി പങ്കെടുത്തു, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടിയുടെ ആശയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, പ്രകടിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് കുട്ടികൾക്ക് പുതിയതായിട്ട് ആർജിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെച്ചപ്പോൾ ആ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള മൊത്തത്തിൽ കുട്ടി സമഗ്രം പറയുന്നുണ്ടല്ലോ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അപ്പോൾ ആ ഒരു എൻറ്റയർ പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിൽ കുട്ടി എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് എൻറ്റയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് പ്രോസസ്സിൻ്റെ തന്നെ പഠന പ്രക്രിയയുടെ വിലയിരുത്തലിനകത്ത് വരുന്നത്. ദെൻ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരു ആശയ വ്യക്തത വന്നു, അല്ലെങ്കിൽ എന്തോരം കാര്യങ്ങളൊരു പൂർണ്ണത വന്നു എന്ന് പോർട്ട്ഫോളിയോ ഇവാലുവേഷനകത്ത് വരുന്നത്. ദെൻ യൂണിറ്റ് ലെവൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റിന്റെ ഇവാലുവേഷൻ, അതായത് ചില ഇന്റേണൽ എക്സാംസ് നടന്നു അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ ഒക്കെ കൊടുത്ത് ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ഒക്കെ കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്? യൂണിറ്റ് ലെവൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് പ്രോസസ്, പഠന പ്രക്രിയയുടെ വിലയിരുത്തൽ. ദ അതർ വൺ ഈസ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, പോർട്ട്ഫോളിയോയുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ലെവൽ ഇവാലുവേഷൻ, യൂണിറ്റ് തലത്തിലുള്ള ഇവാലുവേഷൻസ്. അപ്പോൾ അത് 3 എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ലേണിംഗ് പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതായത് പഠന പ്രക്രിയയെ വിലയിരുത്തുന്നു. പഠന പ്രക്രിയയെ വിലയിരുത്തുന്നത് പ്രധാനമായിട്ടും 5 കാര്യങ്ങളുടെ ബേസിലാണ്. ഈ 5 കാര്യങ്ങൾ നോക്കിയിട്ടാണ് പഠന പ്രക്രിയ എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ആക്ടിവിറ്റി, പ്രവർത്തനത്തിലെ പങ്കാളിത്തം. ഒരു കുട്ടി ഒരു ആക്ടിവിറ്റിയിൽ, അതൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആണെങ്കിലും ഒരു ഇന്റേണൽ എക്സാം ആണെങ്കിലും ഒക്കെ അതിൻ്റെ അത് പങ്കാളിത്തം എന്തോരം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരിക്കും, പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഓരോ കുട്ടികളും എങ്ങനെ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ പ്രവർത്തനത്തിലെ പങ്കാളിത്തത്തിന് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ആദ്യം മുതൽ അവസാനം വരെ ഭയങ്കര ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നവരായിരിക്കും.
അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കും. ചിലപ്പോഴൊക്കെ ചിലവർ തുടക്കത്തിൽ നല്ല ആക്റ്റീവായിരിക്കും, പക്ഷെ പിന്നീട് ആ ഒരു ആക്ടിവിറ്റി അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കര വീക്കായിട്ട് തോന്നും. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ പ്രവർത്തനത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സ്കോർ കൊടുക്കുന്നതാണ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ആക്ടിവിറ്റിയിൽ നടക്കുന്നത്. ദെൻ കൺസെപ്ച്വലൈസേഷൻ, ആശയധാരണ. കുട്ടികൾ പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് എന്തോരം മനസ്സിലായി, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് എന്തെല്ലാം ആശയങ്ങളാണ് അവർക്കറിയാം, പഠിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റി കുറിച്ചുള്ള ധാരണ, അപ്പം അത് എന്തോരം ഉണ്ട് എന്ന് നോക്കുന്നു. അതിലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം, ചിലപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. അതായത് ചിലപ്പോൾ എവിടുന്നെങ്കിലും കോപ്പി ചെയ്തിട്ട് കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും. അപ്പോൾ കുട്ടിക്ക് ആ ചെയ്ത ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു, ആ കൃത്യമായ ഒരു ആശയധാരണ കുട്ടിക്കുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് കുട്ടിയുടെ ആശയധാരണയെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് ഒരു സ്കോർ കൊടുക്കുന്നു. ദെൻ അടുത്തെന്ന് പറയുന്നത് അച്ചീവിങ് കേപ്പബിലിറ്റി, ശേഷികൾ ആർജിക്കൽ. ഇപ്പം നമ്മൾ കൊടുത്ത ഒരു ആക്ടിവിറ്റിയുടെ റിസൾട്ട് ആ കുട്ടി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ചില ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കണം എന്ന് നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ചില ഒബ്ജക്റ്റീവ്സ് ഒക്കെ അറ്റൈൻ ചെയ്തിരിക്കണമെന്ന് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിക്കാറുണ്ട്. അപ്പോൾ ആ വിചാരിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട്, ആ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയോ എന്ന്, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ കുട്ടികൾക്ക് സ്വന്തമായി ആർജിച്ചെടുക്കാൻ പറ്റിയോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ കുട്ടിക്ക് പുതിയൊരു ഐഡിയ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ശേഷി ആർജിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ നല്ല മാർക്കുകൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് താരതമ്യേന ഒരു ധാരണ അവർക്ക് കൃത്യമായിട്ടുണ്ട്, ഒരു പങ്കാളിത്തം അവർക്ക് കൃത്യമായിട്ടുണ്ട്, പക്ഷേ കൃത്യമായ ഒരു കാര്യം അവർക്ക് ആർജിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു പുതിയ കാര്യം കുട്ടികൾ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റേത് രണ്ടിന് മാർക്ക് കൊടുത്താലും ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ശേഷികൾ ആർജിക്കൽ എന്ന് പറയുന്നതിന് നമ്മൾ സ്വാഭാവികമായിട്ട് മാർക്ക് കുറച്ചായിരിക്കും കൊടുക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ് പ്രകടനം അല്ലെങ്കിൽ അവതരണം. അപ്പോൾ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു, അത് എന്തെല്ലാം കാര്യങ്ങളാണ്, എങ്ങനെ കൊച്ചിന് അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ റെക്കോർഡിങ് അല്ലെങ്കിൽ രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ തയ്യാറാക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് കുട്ടിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റി, അതായത് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അത് കുട്ടി കൃത്യമായി എഴുതി തയ്യാറാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിൽ കൂടിയും കുട്ടി കൃത്യമായി പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കുട്ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ ഇവാലുവേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട് വരുന്നത് എന്തൊക്കെയാണ്, കുട്ടിയുടെ പങ്കാളിത്തം എന്തോരം ഉണ്ട്, കുട്ടിക്ക് കൃത്യമായ ഒരു ആശയധാരണ ഉണ്ടായിട്ടുണ്ടോ, കുട്ടികളെല്ലാം ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ അവതരണം ഇതിൻ്റെ റിസൾട്ട് അവരിതെങ്ങനെ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ എങ്ങനെ അവർ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ അവർ രേഖപ്പെടുത്തി അല്ലെങ്കിൽ എങ്ങനെ തയ്യാറാക്കി എന്നതിൻ്റെ ബേസിലൊക്കെ നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള 5 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അടുത്ത പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ആണ്. അതിന് മുമ്പ് എന്താണ് പോർട്ട്ഫോളിയോ എന്ന് നോക്കാം അല്ലേ. പോർട്ട്ഫോളിയോ എന്താണെന്ന് ഇപ്പം B.Ed പഠിച്ചിറങ്ങിയ ഒരു കുട്ടികൾക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ കൂടി നമുക്ക് ഒന്നുകൂടെ എന്താണെന്ന് നോക്കാം. A portfolio is a purposeful collection of student work that exhibit the student's effort, progress and achievement in one or more areas. It must be the collection of work produced by an individual student. ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റും എല്ലാവരും ഉണ്ടല്ലേ, എല്ലാ സെമ്മിലും നിങ്ങൾ പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ ഓരോ സെമ്മിലെയും ഇപ്പോൾ നിങ്ങൾ B.Ed കോളേജുകളിലൊക്കെ ചെയ്യുന്ന എന്താണ്, ഓരോ സെമ്മിലെയും നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വളരെ
ചുരുക്കത്തിൽ വളരെ കൃത്യമായി എന്തെല്ലാമാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ആക്ഷൻ പ്ലാൻ, എന്താണ് ഇനി എന്തായിരിക്കും നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തെളിവ് സഹിതം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ശേഖരത്തെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത കാലയളവിൽ വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചാർട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു SUPW ഉണ്ടാക്കി, അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്റ്റിൽ മോഡലോ വർക്കിംഗ് മോഡലോ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും, അതായത് നിങ്ങൾ കോഴ്സ് തുടങ്ങുമ്പോൾ മുതൽ കോഴ്സ് തീരുമ്പോൾ വരെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ കോൺട്രിബ്യൂഷനുള്ള, സ്റ്റുഡൻസിൻ്റെ കോൺട്രിബ്യൂഷനുള്ള എല്ലാ വർക്കുകളും അത് പർപ്പസ്ഫുള്ളായിട്ട് അതിൻ്റെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ആ പഠന തെളിവിൻ്റെ ശേഖരമാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പോർട്ട്ഫോളിയോ ആരുടെയാണ്? കുട്ടിയുടെയാണ് അല്ലേ. ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിൻ്റെയും വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പം ആ പോർട്ട്ഫോളിയോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പോർട്ട്ഫോളിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി നിങ്ങൾക്ക് ശീലമുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ആ പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായി ശ്രദ്ധിക്കുന്നത് ഒരു ക്ലാരിറ്റി ഓഫ് കൺസെപ്റ്റ്, നിങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. അസിമുലേഷൻ ഓഫ് പെർസെപ്ഷൻസ്, ധാരണകളുടെ സ്വാംശീകരണം എങ്ങനെയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ആകെ തുക എന്താണ് മനസ്സിലായിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നോക്കും. ദെൻ സ്യൂട്ടബിൾ ഡിസൈൻ, അനുയോജ്യമായിട്ടുള്ള ഒരു രൂപകൽപ്പനയാണോ കൊടുത്തിരിക്കുന്നത്, അതായത് ആ പോർട്ട്ഫോളിയോ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൃത്യമായിട്ടുള്ള ഡേറ്റകളാണോ, അല്ലെ ഏറ്റവും മനോഹരമായിട്ടാണോ നിങ്ങളത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കും. അതുപോലെ തന്നെ പെർഫെക്ഷൻ, അതിൻ്റെ പൂർണ്ണത എന്തോരം ഉണ്ടെന്ന്, അപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അതുപോലെ തന്നെ ഒറിജിനാലിറ്റി, അതിന് എന്തോരം തനിമയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ എന്തോരം ഉണ്ട്. നിങ്ങൾ വെറുതെ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് കോപ്പി ചെയ്യുവാണോ ചെയ്തത്, അതോ നിങ്ങൾ സ്വന്തമായി ചെയ്തതാണോ? അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അവരുടേതായ തനിമയിൽ അല്ലെങ്കിൽ അവരുടേതായ ഒറിജിനാലിറ്റിയിലാണോ നിങ്ങളത് ചെയ്തിരിക്കുന്നതെന്ന്, ആ യൂണിക് സ്റ്റൈൽ അതിനുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ്റെ സമയത്ത് നോക്കുന്നത്. അപ്പോൾ ഇത് ഓരോ കുട്ടികളുടെ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് അടുത്ത സ്റ്റുഡൻറ്റിലേക്ക് എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ കുട്ടികൾക്കും അവർ ചെയ്തിരിക്കുന്ന വർക്കിനനുസരിച്ചുള്ള മാർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അടുത്ത എന്താണ്? യൂണിറ്റ് ലെവൽ ഇവാലുവേഷൻ. യൂണിറ്റ് തലത്തിലുള്ള ഇവാലുവേഷൻ. യൂണിറ്റ് തലത്തിലുള്ള ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇത് സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ല കേട്ടോ. ടൈമിൽ അവസാനം അല്ലെങ്കിൽ ഒരു പഠനത്തിന് ശേഷവും നടക്കുന്ന ഇവാലുവേഷൻ അല്ല, മറിച്ച് ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ഇന്റേണൽ എക്സാമിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ചില ക്യൂസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചല്ലേ, നാളെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ആ പാഠം ആ യൂണിറ്റിലെ എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് വേണം നമ്മളൊരു ടെസ്റ്റ് നടത്തും. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്തുന്ന ആരാണ്? ടീച്ചറാണ് അല്ലേ. ഒഫീഷ്യലായിട്ട് വരുന്ന ഒരു അല്ലെങ്കിൽ ഫോർമലായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അത്. നമ്മുടെ ക്ലാസ്സിൽ ഇൻറ്റേർണലായിട്ട് തന്നെ ടീച്ചർ തരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവാലുവേഷന് വേണ്ടിയിട്ട് ടീച്ചർ നടത്തുന്ന ചില ആക്ടിവിറ്റീസ്, ഇതെല്ലാമാണ് യൂണിറ്റ് ലെവൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഒരുപോലെ ആയിരിക്കും. ഇപ്പം 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നടക്കുന്ന എക്സാം ആണെങ്കിൽ അത് എന്തായിട്ട് വരും? അതെന്ന് പറയുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷനായിട്ട് വരും. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് പറയുകയാണ്, അല്ലെങ്കിൽ 10A കുട്ടികളുടെ അടുത്ത് പറയുകയാണ്, നാളെ വരുമ്പോൾ നിങ്ങൾക്ക് ആ യൂണിറ്റിൻ്റെ റിവിഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഫുള്ള് നിങ്ങൾ നാളെ പഠിച്ചിട്ട് വരണം, അതിൻ്റെ അത് അതിൻ്റെ ഇവാലുവേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സാം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ടീച്ചർ ഇൻറ്റേർണലായിട്ട് നടത്തുന്ന, ടീച്ചർ കുട്ടികൾ എന്തോരം മനസ്സിലായി എന്നറിയാനായിട്ട് നടത്തുന്ന ഒരു ഇവാലുവേഷനാണ്. അല്ലെങ്കിൽ അതിന് വേണ്ട ഫീഡ്ബാക്സ് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ സ്ട്രെങ്തും വീക്ക്നെസ് ഒക്കെ എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന ഇവാലുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവാലുവേഷനാണ് എല്ലാം യൂണിറ്റ് ലെവൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിലെ പഠനത്തിൻ്റെ സമഗ്രമായ വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടി ടീച്ചർ നടത്തുന്ന ഇവാലുവേഷൻ, അതെന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലും ആകാം. ഒന്നല്ലേ ഒരു ക്വിസായിട്ടോ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ടോ ഇന്റേണൽ എക്സാം ആയിട്ടോ, അല്ലെങ്കിൽ ചോദ്യോത്തരം ചോദിക്കുന്നതൊക്കെ ആകാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നതാകും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ച് ടീച്ചറിൻ്റെ ഇഷ്ടത്തിന് ടീച്ചറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് യൂണിറ്റ് ലെവൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷനകത്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ 3 ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്
പ്രക്രിയയുടെ വിലയിരുത്തൽ. ദ അതർ വൺ ഈസ് പോർട്ട്ഫോളിയോ വിലയിരുത്തൽ. ദെൻ യൂണിറ്റ് തല വിലയിരുത്തൽ. സമ്മേറ്റീവ് വാല്യുവേഷൻ എന്താണെന്ന് നോക്കട്ടോ. സമ്മേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ആത്യന്തിക മൂല്യനിർണ്ണയം. അന്തിക അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സമ്മേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. Summative evaluation is done at the end of a course of instruction to know to what extent the objective previously fixed has been accomplished. അപ്പോൾ ഒരു പ്രീവിയസ്ലി ഫിക്സ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ അല്ലേ, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിയുമ്പോൾ ഈ സെമ്മ് കഴിയുമ്പോൾ ഇത്തരം ഒബ്ജക്റ്റീവ്സ് ഒക്കെ കുട്ടികൾ അറ്റൈൻ ചെയ്തിരിക്കണം എന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിരിക്കുന്ന ആ ഒബ്ജക്റ്റീവ്സ് എല്ലാം അറ്റൈൻ ചെയ്തോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സിൻ്റെ അവസാനം, ഒരു ടേമിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു സെമ്മിൻ്റെ അവസാനമോ നടത്തുന്ന ഫോർമലായിട്ട് നടത്തുന്ന എക്സാമിനെയാണ് അല്ലെങ്കിൽ ഇവാലുവേഷനെയാണ് എന്തെന്ന് പറയുന്നത്, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ നിലവാരം വിലയിരുത്തി സ്ഥാനനിർണ്ണയം ചെയ്യുന്നതിനും അടുത്ത ഘട്ടത്തിലേക്കുള്ള കയറ്റത്തിന് അർഹതയുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഇവാലുവേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയുണ്ട് കുട്ടികൾ ക്ലാസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആർക്കാണ് നന്നായി പഠിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ പരസ്പരം കമ്പയർ ചെയ്തും അല്ലെങ്കിൽ അവർക്കൊരു റാങ്ക് കൊടുത്തോ അല്ലെങ്കിൽ സ്കോർ കൊടുത്തോ അവരെ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർക്ക് പോകാനായിട്ടുള്ള ഒരു അറിവ് കുട്ടികൾ നേടിയിട്ടുണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് കേട്ടോ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം സമ്മേറ്റീവ് ഇവാലുവേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഒരു ടേമിൻ്റെയോ ഒരു സെമ്മിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെയോ അവസാനം നടക്കുന്ന, കോഴ്സിന് ശേഷം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടികൾ എന്തോരം അറ്റൈൻ ചെയ്തു എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇവാലുവേഷൻ. അപ്പോൾ ഇവിടെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ പോലെ നമ്മളത് എന്താ പറയുന്നത്, സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഫീഡ്ബാക്കൊക്കെ കൊടുത്ത് നമ്മൾ കുട്ടികളെ മുന്നോട്ട് പോകുന്നില്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇവിടെ കുട്ടികളെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു. എല്ലാവർക്കും എന്നെ പഠിക്കാനായിട്ടുള്ള അവർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് എന്തോരം മനസ്സിലായില്ല, എന്തെല്ലാം കിട്ടി എന്നുള്ള കാര്യങ്ങൾ അവസാനം എന്തൊരു ഒബ്ജക്റ്റീവ്സ് അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയെന്ന് നമ്മൾ അവസാനം വിലയിരുത്തുന്നു. അതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നോക്കാം. ഈ ചാപ്റ്റേഴ്സും അല്ല ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ചോദ്യം ഡിസംബർ 2020 സോഷ്യൽ സയൻസിൻ്റെ കാറ്റഗറി 3 ചോദിച്ചാണ് കേട്ടോ. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അപ്രോച്ച് ഓഫ് ഇവാലുവേഷൻ ഈസ് സെമസ്റ്റർ സിസ്റ്റം ഇവാലുവേഷൻ, കണ്ടക്ടിങ് ഒബ്ജക്റ്റീവ് ടേംസ് ആൻഡ് എക്സാമിനേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, മെയിൻറ്റെയിനിങ് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ഓഫ് ദി സ്റ്റുഡൻസ്. അപ്പോൾ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ അപ്രോച്ച് ഏതാണ്? CCE ആണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ദെൻ ഡിസംബർ 2020 മലയാളം കാറ്റഗറി 2 മലയാളത്തിൽ ചോദിച്ചതാണ് കേട്ടോ. നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമായി ഭാഷയിൽ പഠന പ്രക്രിയ വിലയിരുത്തുമ്പോൾ അപ്രസക്തമായ സൂചകം ഏതാണ്? അപ്പോൾ നമ്മൾ കുറേ സൂചകങ്ങൾ പഠിച്ചിരുന്നു അല്ലേ, പഠന പ്രക്രിയ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? പങ്കാളിത്തം ഉണ്ടല്ലേ, പ്രവർത്തനങ്ങളുടെ പങ്കാളിത്തം, ആശയധാരണ, ശേഷി ആർജിക്കൽ, പ്രകടനം, രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ തയ്യാറാക്കൽ എന്നുള്ള. അപ്പോൾ അതിൽ നിന്ന് ചോദ്യം വരുമെന്ന് ഉറപ്പായില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് പെടാത്തത് ഏതാണ്? പങ്കാളിത്തമുണ്ട്, ആശയധാരണയുണ്ട്, ശേഷികൾ കൈവരിച്ചുള്ള പുരോഗതി. അപ്പോൾ അത്രയുണ്ട്. കുട്ടികളുടെ പെരുമാറ്റ രീതി അതില്ല. അപ്പോൾ അത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഇവിടെ ഉത്തരം ഏതാണ്? കുട്ടികളുടെ പെരുമാറ്റ രീതി. അപ്പം CCEയിൽ അല്ലെങ്കിൽ CE കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ അകത്ത്, നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ അകത്ത് പെടാത്ത സൂചകം ഏതാണ്? കുട്ടിയുടെ പെരുമാറ്റ രീതി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. ജൂൺ 2019 സൈക്കോളജിക്കകത്ത് ചോദിച്ചതാണ്. കാറ്റഗറി 1 പാർട്ട് 1 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ ചോദിച്ച ചോദ്യമാണ്. കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാനായി ഒരു അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ ഏത് മൂല്യനിർണ്ണയ രീതിയാണ് സ്വീകരിക്കുന്നത്? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ നമുക്ക് എളുപ്പം സമ്മേറ്റീവ് ഇവാലുവേഷൻ ആയിരിക്കും, കാരണം ടൈമിൽ അവസാനം മാത്രം പരീക്ഷ നടത്തിയാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ ഉത്തരം എന്താണ് വരുന്നത്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് കേട്ടോ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടത് വരുന്നത്? കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാനായിട്ട് ഒരു അധ്യാപകൻ എന്ന നില. അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം നടക്കുന്ന ഇവാലുവേഷനാണ് CCE അല്ലെങ്കിൽ
കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അതല്ലെങ്കിൽ ഏതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്നാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ദെൻ ജൂൺ 2019 തന്നെ കാറ്റഗറി 1 പാർട്ട് 2 മലയാളത്തിലും കേട്ടോ. അപ്പോൾ സൈക്കോളജിയിലും വന്നു, മലയാളത്തിലും വന്നു 2019 കാറ്റഗറി 1. നിരന്തര വിലയിരുത്തലിനെ സംബന്ധിക്കുന്ന ശരിയായ ധാരണ ഏതാണ് CE സംബന്ധിച്ച് ശരിയായ ധാരണ ഏതാണ്? പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം സ്വാഭാവികമായി നടക്കുന്നത്. അപ്പോൾ ബാക്കി വായിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പഠന പ്രവർത്തനങ്ങളുടെ ഒപ്പം തന്നെ നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഉത്തരം ഏതായിരിക്കും? 1, പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം സ്വാഭാവികമായി നടക്കുന്നത്. 5ാമത്തെ ചോദ്യം നോക്കാം. ജൂൺ 2019 തന്നെ കാറ്റഗറി 2 വന്നാണ് കേട്ടോ. കാറ്റഗറി 1 വന്നു, കാറ്റഗറി 2 ഉണ്ടായിരുന്നു. അത് വന്നാണ് ബോധനത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന മൂല്യനിർണ്ണയമാണ്. അത് ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. ബോധനത്തിന്റെ അവസാനം, പഠനത്തിന്റെ അവസാനം നടക്കുന്ന, അന്ത്യത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? സമ്മേറ്റീവ് ഇവാലുവേഷൻ. അവസാനം നടക്കുന്നുണ്ട്, അത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആയിരിക്കും. ദെൻ അടുത്ത ചോദ്യം ജൂൺ 2019 സൈക്കോളജിക്കകത്ത് കാറ്റഗറി 3 സൈക്കോളജിയിൽ വന്നൊരു ചോദ്യമാണ് കേട്ടോ. എ സിസ്റ്റം ഫോർ സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ദാറ്റ് കവേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ്. കുട്ടിയുടെ എല്ലാ ഡെവലപ്മെൻറ്റിനെയും ബേസ് ചെയ്ത് നടക്കുന്ന ഇവാലുവേഷൻ അത് ഏതായിരിക്കും? ഇവിടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനും ഫോർമേറ്റീവ് ഇവാലുവേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെഴുതും? രണ്ട് ഉത്തരവും ശരിയാണെങ്കിൽ കൂടി ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ളത് ഫോർമേറ്റീവ് ഇവാലുവേഷനും CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറായിട്ട് വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ഏതെഴുതണം? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എഴുതണം. അതിൻ്റെ ഉത്തരം CCE. ഒന്നാമത്തെ ഓപ്ഷൻ A ആയിരിക്കും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. നമുക്ക് 7ാമത്തെ ചോദ്യത്തിലൂടെ പോകാം. ഇത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ അകത്ത് ചോദിച്ചതാണ്. പാർട്ട് 1 കാറ്റഗറി 1 അകത്ത് ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. 2019 ഫെബ്രുവരിയിൽ നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി കുട്ടികളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടാത്തത്. ഇവിടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചത്. പരിസര പഠന ഡയറി, സെമിനാർ റിപ്പോർട്ട്, ടീച്ചിങ് മാനുവലിലെ പ്രക്രിയ പേജ്, കുട്ടികൾ തയ്യാറാക്കിയ മാതൃക. ഏതായിരിക്കും ഉത്തരം വരുന്നത്? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ പരിസര പഠന ഡയറി എന്ന് പറയുന്ന ആരുടെയാണ്? അത് കുട്ടികളുടെയാണ്. സെമിനാർ റിപ്പോർട്ട് ആരാണ് ഉണ്ടാക്കുന്നത്? അതും കുട്ടികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുട്ടികൾ തയ്യാറാക്കിയ മാതൃകകൾ, മോഡലുകൾ, അതാരാണ് കേൾക്കുന്നത്? അതും കുട്ടികൾ തന്നെയാണ്. അപ്പം ഇവിടെ കുട്ടികൾ ചെയ്യാത്തതായിട്ടുള്ളൊരു പ്രവൃത്തി ഉള്ളത് ഏതാണ്? ടീച്ചിങ് മാനുവലിൻ്റെ പ്രക്രിയ പേജ്. അപ്പം എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? C ആയിരിക്കും. ഓപ്ഷൻ C, ടീച്ചിങ് മാനുവലിലെ പ്രക്രിയ പേജ്. പോർട്ട്ഫോളിയോയിൽ പെടാത്തതാണ് കേട്ടോ. പോർട്ട്ഫോളിയോയിൽ നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി കുട്ടികളുടെ പോർട്ട്ഫോളിയോയിൽ പെടാത്തത്. ദെൻ 2019 തന്നെ ഫെബ്രുവരിയിലെ കാറ്റഗറി 1 പാർട്ട് 1 മാത്തമാറ്റിക്സിൻ്റെ അകത്ത് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമല്ലാത്തതേത്? നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമല്ലാത്തതേത്? സ്വയം വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, ക്ലാസ് ടെസ്റ്റ്, പരസ്പര വിലയിരുത്തൽ. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. ടേം ടെസ്റ്റ് എന്ന് പറയുന്നത് ടേം വിലയിരുത്തലാണ്. ടേം ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ അകത്ത് വരും? സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ അകത്ത് വരും. നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 2019 ഫെബ്രുവരിയിൽ സൈക്കോളജിക്കകത്ത് ചോദിച്ച കാറ്റഗറി 1 പാർട്ട് 1 സൈക്കോളജിക്കകത്ത് ചോദിച്ച ചോദ്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ സമഗ്ര പ്രകടനത്തെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി. സമഗ്ര പ്രകടനത്തെ വിലയിരുത്താനായിട്ട് കേട്ടോ. ആത്യന്തിക മൂല്യനിർണ്ണയം, നിരന്തര മൂല്യനിർണ്ണയം, പ്രകടന മൂല്യനിർണ്ണയം, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. ഇപ്പോൾ ഇവിടെ 2 ഉത്തരം വരാൻ സാധ്യതയുണ്ടല്ലോ. ഏതൊക്കെയാണ്? Bക്കും Dക്കും സാധ്യതയുണ്ട്. നിരന്തര മൂല്യനിർണ്ണയവും ഉണ്ട്, ഫോർമേറ്റീവ് ഇവാലുവേഷനും ഉണ്ട്, അതുപോലെ തന്നെ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഉത്തരം വരുന്നത്? ഓപ്ഷൻ D ആണ് കേട്ടോ. ഒരു വിദ്യാർത്ഥിയുടെ സമഗ്ര പ്രകടനത്തെ വിലയിരുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. അതായത് നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഫെബ്രുവരി 2019 സോഷ്യൽ സയൻസിൻ്റെ കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ വന്ന ചോദ്യമാണ്. തുടരെയുള്ളതും ഇടവിട്ടുള്ളതുമായ മൂല്യനിർണ്ണയമാണ് സംരചനാ മൂല്യനിർണ്ണയം, സമഗ്ര മൂല്യനിർണ്ണയം, ക്യുമുലേറ്റീവ് മൂല്യനിർണ്ണയം, ആത്യന്തിക മൂല്യനിർണ്ണയം. ഇവിടെ തുടർച്ചയായും ഇടവിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് 2 ഓപ്ഷൻ വരുന്നുണ്ടല്ലേ. A എന്ന് പറയുന്ന സംരചന മൂല്യനിർണ്ണയം, രണ്ടാമത് B എന്ന് പറയുന്നത് ഏതാണ്? സമഗ്ര മൂല്യനിർണ്ണയം. അപ്പോൾ ഇവിടെ സമഗ്ര മൂല്യനിർണ്ണയമാണോ?
അല്ല, സമഗ്ര മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഇടവിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സോറി, തുടർച്ചയായതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഇത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നായിരുന്നു ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഓപ്ഷൻ ബി ആയിരുന്നു വരുന്നത്. പക്ഷെ ഇവിടെ സമഗ്ര മൂല്യനിർണ്ണയം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഓപ്ഷൻ ബി വരികയല്ല. ഏതായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കേട്ടോ. സംരചന മൂല്യനിർണ്ണയം, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടും ഇടവിട്ടുള്ളതുമായ മൂല്യനിർണ്ണയം ഏതാണ് അതിൻ്റെ ഉത്തരം? ഓപ്ഷൻ എ, സംരചന മൂല്യനിർണ്ണയം. ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായി കാണും. ഇപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോഴത്തേക്കും 2020-ലെയും 2019-ലെയും ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ തന്നെ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വളരെ പ്രധാനപ്പെട്ടതും മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. പ്രത്യേകിച്ച് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ നിരന്തര വിലയിരുത്തലും അതിൻ്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്, പഠന പ്രക്രിയ വിലയിരുത്തൽ, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, യൂണിറ്റ് തല വിലയിരുത്തൽ, ആ 3 കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്ന് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.